ഹായ്, എൻ്റെ പേര് ശ്രീരാജ് ദർശൻ. ഞാൻ കേരളത്തിലെ കൊച്ചിയിൽ നിന്നാണ്. ഞാനൊരു സ്റ്റണ്ട് റൈഡറും ഒരു ഡേർട്ട് ബൈക്ക് റൈഡറും കൂടിയാണ്. എൻ്റെ ആദ്യത്തെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ എൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുമായിരുന്നു. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്, പിന്നെ എൻ്റെ അമ്മ ഒരു തയ്യൽക്കാരിയാണ്. പിന്നെ അച്ഛനൊരു ബിസിനസ് സംരംഭം ഉണ്ടായിരുന്നു. ആ സംരംഭം എൻ്റെ കുട്ടിക്കാലത്ത് വെച്ച് അത് ഫ്ലോപ്പായി പോയി. ആ സമയത്ത് തന്നെ എൻ്റെ അമ്മയ്ക്ക് പൊള്ളലേറ്റു. അപ്പോൾ ഞങ്ങൾ ആകെ കടത്തിലായി. അങ്ങനെ ഞങ്ങളുടെ പ്രോപ്പർട്ടീസ്, വീട്, വണ്ടികളെല്ലാം കൊടുക്കേണ്ടി വന്നു. മെക്കാനിക് വർക്കുകളിൽ എൻ്റെ കഴിവ് കണ്ടിട്ട് എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞ്, നീ വർക്ക്ഷോപ്പ് ഇട്ടാൽ നന്നായിരിക്കും. ഞാനൊരു വീട്ടിൽ തന്നെ ഒരു ഗാരേജ് ഓപ്പൺ ചെയ്തു. ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് 2017 ഞാൻ എൻ്റെ വർക്ക്ഷോപ്പ് ഞാൻ തുടങ്ങി. എൻ്റെ പാഷനായ സ്റ്റണ്ട് റൈഡിങ്ങും ഡേർട്ട് റൈഡിങ്ങിനും വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ അവരുടെ മൂവ്മെൻ്റൊക്കെ വാച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രാക്ടീസ് ഞാൻ അതിലൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ 2018 ഞാനൊരു പ്രൊഫഷണൽ സ്റ്റണ്ട് റൈഡറായി. എൻ്റെ വണ്ടിയുടെ ടയർ ഗ്രിപ്പ് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. ക്ലീൻ ചെയ്യുമ്പോൾ വണ്ടി എപ്പോഴും വീണ് പോകുമായിരുന്നു. എൻ്റെ കസ്റ്റമറുടെ ബൈക്കിന് വേണ്ടി ഒരു ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ടയർ ഷോപ്പിൽ പോയി. അപ്പോഴാണ് ഞാൻ അവിടെ കണ്ടത് സിയറ്റിൻ്റെ 6 ആക്ക് ടൈപ്പിലുള്ള ഒരു ടയർ ഞാൻ അവിടെ കണ്ടു. ആ ടയർ വാങ്ങി എൻ്റെ ബൈക്കിൽ, സ്റ്റണ്ട് ബൈക്കിൽ ഞാൻ ഇട്ടു. അമേസിങ് ഗ്രിപ്പായിരുന്നു അത്, ഒരു രക്ഷയില്ലാത്ത ഗ്രിപ്പ്. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അതെങ്ങനെ. അങ്ങനെ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടിയതായിരുന്നു. ഞാൻ നല്ല രീതിയിൽ സ്റ്റണ്ട് റൈഡിങ്ങും എൻ്റെ ഡേർട്ട് റൈഡിങ്ങും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോയി. അങ്ങനെ ഇരിക്കും എൻ്റെ ടീം ലീഡർ എന്നോട് പറഞ്ഞു, ഹീറോ ഡേർട്ട് ബൈക്കിംഗ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, അതിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനകത്ത് 5 സ്റ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നാഷണൽ ടോപ്പ് 10 ഫൈനലിസ്റ്റായി. അപ്പോൾ ഡേർട്ട് റൈഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡേർട്ട് ബൈക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എനിക്കൊരു സൂപ്പർ ബൈക്ക് ഗാരേജിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്പെയർ ഷോപ്പ് ഓപ്പൺ ചെയ്യണം. പിന്നെ എനിക്ക് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നല്ലൊരു റൈഡർ ആവണം. അതിനകത്തേക്കുള്ള വഴിയിലാണ് ഞാനിപ്പോൾ.